നെക്സ്റ്റ് മോർണിംഗിൽ സരോട്ട് നുട്ടിൻ്റെ പേരൻസിൻ്റെ വീട്ടിൽ വരുന്നു. അവനെ കണ്ട് അവിടെയുള്ള ആളുകൾ കള്ളനാണെന്ന് വിചാരിച്ച് പോലീസിനെ കോൾ ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. ഞാൻ കള്ളനല്ല, നുട്ടിൻ്റെ മദറിനെ കാണാൻ വന്നയാണെന്ന് സരോട്ട് പറയുന്നുണ്ട്. നുട്ടിൻ്റെ പേരൻസിൻ്റെ ലോണെക്കുറിച്ചും അവർ വീട് ഷിഫ്റ്റ് ചെയ്യുന്ന കാര്യവും അവർ സരോട്ടിനോട് പറയുന്നുണ്ട്. ഇവിടെ ഇവർ വീട്ടിലേക്ക് വരുന്നു. എനിക്ക് അത്യാവശ്യമായിട്ട് ഓഫീസിലേക്ക് പോകണം, നിക്കിനെ നിനക്ക് കെയർ ചെയ്യാൻ പറ്റുമോ എന്ന് ടോയ് ചോദിക്കുമ്പോൾ അവൾ സമ്മതിക്കുന്നുണ്ട്. അവൾ നിക്കിനെ കൂട്ടി വീട്ടിലേക്ക് വരുന്നു. നിന്റെ വെഡിങ് നൈറ്റ് കുളമായതിൽ നീ എന്താ സാഡ് ആണെന്ന് നിക്ക് ചോദിക്കുമ്പോൾ ഇല്ല, അല്ലെങ്കിൽ തന്നെ എനിക്കും ടോയ്ക്കും ഒരുപാട് സമയം ഇനിയും കിടക്കുകയാണെന്ന് അവൾ പറയുന്നുണ്ട്. ഇത് കേട്ട് നിക്കിന് ദേഷ്യം വരുന്നുണ്ട്. നീ ഒരുപാട് ചേഞ്ചായി, ഞാൻ മനസ്സിലാക്കിയ നൊട്ടല്ല നീ ഇപ്പോൾ എന്ന് അവൻ പറയുന്നു. ഞാൻ ചേഞ്ച് ആയിട്ടില്ല, നിനക്കാണ് എന്നെ മനസ്സിലാക്കാൻ പറ്റാനെന്ന് അവൾ പറയുന്നു. നിക്ക് ദേഷ്യത്തിൽ നീ എപ്പോൾ പറയാൻ ശ്രമിക്കുന്നത് പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന ഒരാളാണ് നീ എന്നാണെന്ന് അവൻ ചോദിക്കുമ്പോൾ അവൾ ദേഷ്യത്തിൽ അതേന്ന് പറയുന്നു. എന്നിട്ട് അവിടുന്ന് പോകാൻ തുടങ്ങുമ്പോൾ നിക്ക് പലതവണ തൻ്റെ വാക്കിംഗ് സ്റ്റിക്ക് താഴേക്കിടുന്നു. എന്നിട്ട് നുട്ടിനെ കൊണ്ട് ഇടിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ പലതവണ അവൻ റിപ്പീറ്റ് ചെയ്യുന്നു. അവൾ 3-4 തവണ എടുത്തു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് അവൾക്ക് ദേഷ്യം വരുന്നു. ഞാൻ നിന്നെ കൊണ്ട് ഇത് ഫ്രീ ആയിട്ടല്ല ചെയ്യിക്കുന്നെന്ന് പറഞ്ഞ് അവൻ പണമെടുത്ത് അവളുടെ മുഖത്തേക്ക് എറിയുന്നു. ന്യൂട്ട് ആ പണമെല്ലാം തറന്നെടുക്കുന്നുണ്ട്. എന്നിട്ട് അവൻ്റെ മുന്നിൽ വെച്ച് എന്നെ വാങ്ങാൻ ഈ പണം ഇനഫല്ലെന്ന് പറഞ്ഞ് അവിടുന്ന് പോകുന്നു. ഇത് കേട്ട് നിക്കിന് ദേഷ്യം വരുന്നുണ്ട്. ന്യൂട്ട് തൻ്റെ റൂമിൽ വന്നിരിക്കുന്നു. അവൾ ഒരുപാട് വറീഡായിരുന്നു. അപ്പോൾ അവൾക്ക് അവളുടെ മദറിൻ്റെ കോൾ വരുന്നു. ഞങ്ങൾ പുതിയ വീട്ടിലേക്ക് ഷിഫ്റ്റ് ആയെന്ന് മദർ അവളോട് പറയുന്നുണ്ട്. ഇവിടെ സരോട്ട് ചെന്നോടും അവൻ്റെ മദറിനോടും താൻ കണ്ടെത്തിയ കാര്യങ്ങളെല്ലാം പറയുന്നു. നുട്ടിൻ്റെ മദർ ഒരു സലൂണിൽ വർക്ക് ചെയ്യാണ്, ഫാദർ കൺസ്ട്രക്ഷൻ വർക്കറും. നൈബേഴ്സ് പറഞ്ഞത് പണം ചോദിച്ചുകൊണ്ട് ക്രെഡിറ്റേഴ്സ് സ്ഥിരമായിട്ട് അവരുടെ വീട്ടിൽ വരുമായിരുന്നാണെന്ന് പറയുന്നു. ഇതെല്ലാം കേൾക്കുമ്പോൾ ടോയുടെ നുട്ടിൻ്റെ മാരേജിൽ അവർക്ക് എന്തോ സംശയം തോന്നുന്നു. അപ്പോൾ വാദി അവിടേക്ക് വരുന്നു. ഇന്നലെ ഫംഗ്ഷനിൽ ഡ്രിങ്ക് ചെയ്തതിന് മദർ അവളെ കുറെ വഴക്കു പറയുന്നുണ്ട്. ഇന്നലെ എല്ലാവരും ടോയുടെ വൈഫിനെ പ്രേസ് ചെയ്യായിരുന്നു. അതേസമയം എൻ്റെ ഡോട്ടറിലോ ആകട്ടെ കുടിച്ച് ബോധമില്ലാതെ നിൽക്കായിരുന്നു. എല്ലാവരുടെയും മുന്നിൽ വെച്ച് നിന്റെ ഹസ്ബൻഡിന് നിന്നെ പിടിച്ചു വലിച്ചുകൊണ്ട് വെളിയിൽ കൊണ്ടുവന്ന് നിന്നെ വീട്ടിലേക്ക് പറഞ്ഞു വിടേണ്ട അവസ്ഥയായിരുന്നു എന്ന് മദർ പറയുന്നുണ്ട്. വാദി അവരോട് സോറി പറയുന്നു. എത്രയും പെട്ടെന്ന് ഞങ്ങൾക്കൊരു ബേബിയെ തരാൻ മദർ അവളോട് പറയുന്നുണ്ട്. ടോയ് വീട്ടിൽ വരുമ്പോൾ നുട്ട് അവനോട് നീ എന്തിനാ നിക്കിനെ ടേക്ക് കെയർ ചെയ്യാൻ എന്നോട് പറഞ്ഞത്? എന്നെ അവന് ഇഷ്ടമല്ലെന്ന കാര്യം എനിക്ക് അറിയാവുന്നല്ലേ ചോദിക്കുന്നു. നിക്ക് അത്ര നാരോ മൈൻഡഡ് പേഴ്സൺ അല്ല. മനസ്സിൽ തോന്നുന്നത് അവൻ വിളിച്ചു പറയും. പക്ഷെ അവൻ സത്യത്തിൽ വളരെ കൈൻഡാണ്. ഞാൻ നിന്നെ പെട്ടെന്ന് മാരി ചെയ്യുന്നാണ് അവൻ പറയുന്നത്. ഒരിക്കൽ നിക്ക് ഇതുപോലെ എടുത്തു ചാടി ഒരു തീരുമാനം എടുത്തു. അതവൻ ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. നിക്ക് തന്നോട് ഇതിനെക്കുറിച്ച് പറഞ്ഞ കാര്യം ന്യൂട്ട് ഓർക്കുന്നു. അവൾ കാര്യം എന്താണെന്ന് ടോയോട് ചോദിക്കുന്നുണ്ട്. ടോയ് മരീസയുടെ കാര്യം അവളോട് പറയുന്നു. ഗ്രാൻഡ് ഫാദർ എത്ര പറഞ്ഞിട്ടും കേൾക്കാതെ നിക്ക് മരീസയുടെ കൂടെ US പോയി. അവർ അവിടെ ഒരുമിച്ച് പഠിക്കുകയായിരുന്നു. ലാസ്റ്റ് അവർ ബ്രേക്കപ്പായി. അതിനുശേഷം നിക്ക് ഇതുവരെ മറ്റൊരു റിലേഷനിൽ വന്നിട്ടില്ല. അവൻ സത്യത്തിൽ പേടിയാണ് ആ ഗേളും മരീസയെ പോലെ ആകരുതെന്ന്. അതുകൊണ്ട് എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കരുതെന്നാണ് അവൻ പറയുന്നത്. ലാസ്റ്റ് മന്ത് അവനൊരു ഗേളിനെ മീറ്റ് ചെയ്ത കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ റിലേഷനും എവിടെ എത്തിയില്ല. അതുകൊണ്ട് അവൻ എന്നെക്കുറിച്ച് ടെൻഷനാണെന്ന് ടോയ് പറയുന്നുണ്ട്. നിക്ക് ഒരിക്കലും ഹയർ ചെയ്തൊരു പെൺകുട്ടിയെ എന്നെ ട്രസ്റ്റ് ചെയ്യില്ലെന്ന് നുട്ട് പറയുന്നു. നിന്നെക്കുറിച്ച് നീ ഇങ്ങനെ പറയരുത്, സത്യത്തിൽ നീ എന്നെ ഹെൽപ്പ് ചെയ്യാണെന്ന് ടോയ് അവളോട് പറയുന്നു. ഇവരെ സംസാരിച്ച എല്ലാം നിക്ക് വെളിയിൽ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. നെക്സ്റ്റ് മീറ്റിംഗ് റൂമാണ് കാണിക്കുന്നത്. ഈ മാസത്തെ പ്രോഫിറ്റിനെ കുറിച്ച് ടോയ് എല്ലാവരോടും പറയുന്നു. എല്ലാവരും അവനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ചെന്ന അപ്പോൾ ഷുഗർ കെയിൻ ഫാമിൽ തീ പിടിച്ചതിനെ കുറിച്ച് നിനക്ക് എന്താണ് പറയാനുള്ളത്? ആ കൾപ്രിറ്റ് ആരാണെന്ന് ഇതുവരെ നമ്മൾ പിടിച്ചിട്ടില്ല. അത് പിടിക്കുന്നവരെ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറല്ലെന്ന് അവൻ പറയുന്നു. നിക്ക് അപ്പോൾ ടോയ്ക്കൊരു മെസ്സേജ് അയക്കുന്നു. അതിൽ ആ കൾപ്രിറ്റിന്റെ ഫോട്ടോ ആയിരുന്നു. ടോയ് ഈ ഫോട്ടോ എല്ലാവരെയും കാണിക്കുന്നുണ്ട്. ഇത് കണ്ട് ചെന്ന ദേഷ്യം വരുന്നു. കാരണം ഈ കൾപ്രിറ്റിനെ ഹയർ ചെയ്ത് ചെന്നാണ്. ഷുഗർ കെയിൻ ഫാമിൽ തീ ഇടാൻ വേണ്ടി ചെന്നാണ് ഇയാളോട് പറഞ്ഞത്. നെക്സ്റ്റ് സീനിൽ ടോയുടെ ആണ്ട് നുട്ടിനെ കാണാൻ വരുന്നു. നിന്റെ മദർ
ഒരു സലൂണിൽ വർക്ക് ചെയ്യാനാണല്ലോ ഞാൻ കേട്ടേന്ന് ആൻഡ് ചോദിക്കുമ്പോൾ നീ കേട്ടത് തെറ്റാണ്. ന്യൂട്ടൻ്റെ മദർ സ്കൂൾ ടൈം മുതലേ എൻ്റെ ഫ്രണ്ടാണെന്ന് ടോയുടെ മദർ പറയുന്നു. അതിൻ്റെ അർത്ഥം നിങ്ങൾ രണ്ടുപേരും ഒരുപാട് ക്ലോസ് ആണ്. ആൻഡ് ന്യൂട്ടനോട് നീ നിന്റെ മദറിൻലോയെ കണ്ടു പഠിക്കണം. ഇവിടം വരെ എത്താൻ നിന്റെ മദറിൻലോ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. ഈ സ്റ്റേറ്റ്മെൻറ്റിന് ബാക്കിയായി മദറിൻലോ ആൻറ്റിനെ കുറെ പറയുന്നുണ്ട്. രണ്ടുപേരും ഫൈറ്റ് ചെയ്യുന്നു. ലാസ്റ്റ് ന്യൂട്ട് എൻ്റെ മദർ ഒരു സലൂണിൽ വർക്ക് ചെയ്യാണെന്ന് പറഞ്ഞെന്താണ് ആരെയും സ്റ്റാറ്റസ് വെച്ച് തരം താഴ്ത്താൻ പാടില്ല. നിക്കിതെല്ലാം കേൾക്കുന്നുണ്ട്. സിറ്റുവേഷൻ കൺട്രോൾ ചെയ്യാൻ അവൻ ഒരു ഗ്ലാസ് എടുത്ത് താഴേക്കിടുന്നു. സൗണ്ട് കേട്ട് ന്യൂട്ട് അവിടേക്ക് ഓടി വരുന്നു. മദർ വന്ന് എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല, ബൈ മിസ്റ്റേക്ക് ഗ്ലാസ് താഴെ വീണാണെന്ന് അവൻ പറയുന്നു. നിന്റെ കാലിന് ഇതെന്തോ പറ്റിയെന്ന് ആണ്ട് ചോദിക്കുമ്പോൾ രാത്രിയിൽ ഞാൻ എന്തോ സൗണ്ട് കേട്ടു. കാര്യം എന്താണെന്ന് അറിയാൻ വേണ്ടി വെളിയിലേക്ക് വന്നപ്പോൾ ബൈ മിസ്റ്റേക്ക് ഞാൻ സ്ലിപ്പായി താഴെ വീണയാണ്. അതുകൊണ്ട് ആണ്ട് ശ്രദ്ധിക്കണം. നമ്മൾ എന്തെങ്കിലും അന്വേഷിച്ചിറങ്ങുമ്പോൾ നമുക്കെപ്പോൾ വേണമെങ്കിലും ഇതുപോലെ അപകടങ്ങൾ പറ്റാമെന്ന് അവൻ പറയുന്നു. അവൻ തന്നെ മൂക്കിയതാണെന്ന് ആണ്ട് മനസ്സിലാകുന്നുണ്ട്. നിക്ക് ന്യൂട്ടനോട് തന്നെ റൂമിൽ ഡ്രോപ്പ് ചെയ്യാൻ പറയുന്നു. നീ എന്തിനാ ആണിനോട് ഇങ്ങനെ സംസാരിച്ചെന്ന് അവൻ ചോദിക്കുമ്പോൾ എൻ്റെ മദർ ഒരു സലൂണിൽ വർക്ക് ചെയ്യാണെന്ന് പറഞ്ഞ് എന്താണ്, അതൊരു ഓണസ്റ്റ് ജോബാണെന്ന് അവൾ പറയുന്നു. നിന്റെ ഡിഗ്നിറ്റിയെക്കുറിച്ച് നിനക്ക് ഇത്രയും കെയർ ഉണ്ടെങ്കിൽ പിന്നെ നീ എന്തിനാണ് എൻ്റെ ബ്രദറിൻ്റെ മാരേജ് ഓഫർ അക്സെപ്റ്റ് ചെയ്ത്? ഇപ്പോൾ എല്ലാ കാര്യങ്ങളും സംഭവിച്ച സ്ഥിതിക്ക് സീക്രട്ടായി വെക്കേണ്ട കാര്യങ്ങൾ സീക്രട്ടായിട്ട് വെക്കണം. നിന്റെ ഇമോഷൻസ് നീ കൺട്രോൾ ചെയ്യണം. ഈ ജോബിന് വേണ്ടി നീ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയതാണ്. സോ ഈ ജോബ് പ്രോപ്പറായി ചെയ്യാൻ അവൻ പറയുന്നുണ്ട്. നിക്കിൻ്റെ സംസാരം കേട്ട് ഒബ്വിയസ്ലി നമ്മുടെ ഹീറോയിന് നല്ല ദേഷ്യം വരുന്നു. നീ അറിയേണ്ട ആവശ്യമില്ല, എൻ്റെ ജോബ് ഞാൻ നന്നായി ചെയ്യുന്നുണ്ട്. നീ കാരണമാണ് ലാസ്റ്റ് ടൈം എനിക്ക് എൻ്റെ ജോബ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതിരുന്നതെന്ന് അവൾ പറയുമ്പോൾ നീ എന്താണ് ഉദ്ദേശിച്ചതെന്ന് അവൻ ചോദിക്കുന്നു. നീ സ്റ്റേഴ്സിന് വീണ കാരണമാണ് എനിക്കും ടോയ്ക്കും ഞങ്ങളുടെ വെഡിങ് നൈറ്റ് ഒരുമിച്ച് സ്റ്റേ ചെയ്യാൻ പറ്റാതിരുന്നത്. ചൈൽഡിനെ കൺസീവ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഞങ്ങൾ മിസ്സാക്കിയെന്ന് അവൾ പറയുന്നു. ഇത് കേട്ട് നിക്ക് ദേഷ്യത്തിൽ നിനക്ക് സത്യത്തിൽ ടോയുടെ കൂടെ ഒരു ബേബി വേണമെന്ന് ചോദിക്കുന്നു. അവളും ദേഷ്യത്തിൽ അതെന്ന് പറയുന്നുണ്ട്. കാരണം ടോയ് ഒരിക്കലും ആരോടും വെയിറ്റ് ചെയ്യാൻ പറയാറില്ലെന്ന് അവൾ പറയുന്നു. നിക്ക് ആ ബ്രേസ്ലെറ്റ് അവൾക്ക് തിരിച്ചു കൊടുക്കുന്നുണ്ട്. അവൾ വാങ്ങാതിരിക്കുമ്പോൾ നീ വാങ്ങിയില്ലെങ്കിൽ ഞാൻ ഈ ബ്രേസ്ലെറ്റ് കളയുമെന്ന് പറയുന്നു. സോ ലാസ്റ്റ് അവളത് വാങ്ങുന്നുണ്ട്. രണ്ടുപേരും ഒരുപാട് കരയുന്നു. നെക്സ്റ്റ് സീനിൽ നിക്ക് ഇവിടെ സാഡായി ഇരിക്കുകയാണ്. അപ്പോൾ ടോയ് അവിടെ വന്ന് എനിക്ക് തോന്നുന്നത് എത്രയും പെട്ടെന്ന് ഒരു ചൈൽഡിനെ കുറിച്ച് ഞാൻ ആലോചിക്കണം എന്നാണെന്ന് പറയുന്നു. ഇത് കേട്ട് നിക്ക് ആകെ ഷോക്കാകുന്നുണ്ട്. നിനക്ക് ആരെയാ വേണ്ടത്, ഒരു നീസിനെയാണോ അതോ നെവിയാണോ എന്ന് അവൻ ചോദിക്കുന്നു. നിക്ക് ഷോക്കായി എന്താന്ന് ചോദിക്കുമ്പോൾ നീ ആലോചിച്ച് വേഗം പറയണം, എന്നിട്ട് വേണം എനിക്ക് ഡോക്ടറിനോട് ഏത് ജെൻഡർ വേണമെന്ന് പറയാൻ. ഇതെങ്ങനെ പോസിബിൾ ആണെന്ന് നിക്ക് ചോദിക്കുമ്പോൾ ഞാനും ന്യൂട്ടും ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്കിടയിൽ ഒരു രീതിയിലുമുള്ള ഫിസിക്കൽ റിലേഷൻ ഉണ്ടാകില്ലെന്ന്. സോ ചൈൽഡിനു വേണ്ടി ഞങ്ങൾ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്യാൻ പോവുകയാണെന്ന് ടോയ് പറയുന്നു. ഇത് കേട്ട് നിക്ക് ഹാപ്പി ആകുന്നുണ്ട്. അവൻ കൺഫർമേഷന് വേണ്ടി വീണ്ടും ചോദിക്കുന്നുണ്ട്, മാരേജിന് ശേഷം നിങ്ങൾ തമ്മിൽ ഒരു റിലേഷനും ഇല്ലേന്ന്. ഇല്ലെന്ന് ടോയ് പറയുമ്പോൾ അവൻ ഒരുപാട് ഹാപ്പി ആകുന്നു. നെക്സ്റ്റ് മോർണിംഗിൽ ന്യൂട്ടിനെ അവളുടെ സ്റ്റെപ്പ് ഡാഡ് വിളിക്കുന്നു. നിന്റെ മദറിന് ഒരു ചെറിയ ആക്സിഡന്റ് പറ്റിയെന്ന് ഡാഡ് പറയുന്നുണ്ട്. ഇത് കേട്ട ഉടനെ ന്യൂട്ട് മദറിനെ കാണാൻ വേണ്ടി ഇറങ്ങുന്നു. നിക്ക് വണ്ടിയുമായി വെളിയിലേക്ക് വരുമ്പോൾ അവൾ ടാക്സി വെയിറ്റ് ചെയ്ത് വെളിയിൽ നിൽക്കുന്ന കാണുന്നു. അവനവളെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറയുന്നുണ്ടെങ്കിലും ആദ്യം ന്യൂട്ട് സമ്മതിക്കുന്നില്ല. പക്ഷെ ലാസ്റ്റ് സമ്മതിക്കുന്നുണ്ട്. വണ്ടിയിലിരിക്കുമ്പോൾ നിക്ക് അവളോട് നീ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് എന്നോട് പറഞ്ഞില്ലല്ലോ. എന്നോട് ഇതിനെക്കുറിച്ച് ടോയ് ആണ് പറഞ്ഞത്. നീ എപ്പോഴാണ് ഇതിനെക്കുറിച്ച് പ്ലാൻ ചെയ്തതൊക്കെ ചോദിക്കുന്നു. ഞാൻ ഇതിനെക്കുറിച്ച് നിന്നോട് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യം എന്താണെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവരെ ആരോ ഫോളോ ചെയ്യുന്ന കാര്യം നിക്ക് നോട്ടീസ് ചെയ്യുന്നു. അവൻ സ്പീഡിന് വണ്ടി വിടുന്നുണ്ട്. ലാസ്റ്റ് ആ ഫോളോ ചെയ്യുന്ന ആളുടെ മുന്നിൽ വണ്ടി കൊണ്ട് നിർത്തുന്നു. ഇത് മറ്റാരുമല്ല, സറൂട്ടായിരുന്നു. നിന്റെ ബോസ് പറഞ്ഞിട്ടാണോ നീ ഞങ്ങളെ ഫോളോ ചെയ്യുന്നവൻ ചോദിക്കുമ്പോൾ അല്ല, ഞാൻ ഈ വഴി പോവുകയായിരുന്നു എന്ന് അവൻ പറയുന്നുണ്ട്. നിക്കിനെ ന്യൂട്ടിനെ നോക്കിയ ശേഷം അവൻ അവിടുന്ന് പോകുന്നു. നിക്ക് അവളുടെ അടുത്ത് വന്ന് നിന്റെ മദറിനെ കോൾ ചെയ്ത് നീ ചോദിക്കൂ
മദറിന് എങ്ങനെയുണ്ടെന്ന്. അധികം ഇഞ്ചുറീസ് ഒന്നും ഇല്ലെങ്കിൽ ഇന്ന് കാണാൻ വരാൻ പറ്റില്ലെന്ന് പറയാൻ അവൻ പറയുന്നുണ്ട്. ഇത് കേട്ട് ന്യൂട്ടിന് ദേഷ്യം വരുന്നുണ്ട്. പക്ഷെ അവളുടെ മുന്നിൽ വേറെ ഓപ്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. വണ്ടിയിലിരിക്കുമ്പോൾ അതാരായിരുന്നു എന്ന് ന്യൂട്ട് ചോദിക്കുന്നു. അത് ചെന്റെ ഡ്രൈവറിന്റെ മകനായ സരൂട്ടാണ്. ചെന്റെ വീട്ടിലാണ് അവൻ വളർന്നത്. അവനെ പഠിപ്പിച്ചെല്ലാം ചെന്റെ ഫാദർ ആയിരുന്നു. സോ ചെന്റെ ഫാമിലിയോട് അവൻ ഒരുപാട് ലോയലാണ്. ഇവിടെ ചെൻ സരൂട്ടിനെ അടിക്കുന്നു. അവനെ കുറെ വഴക്ക് പറയുന്നുണ്ട്. നിന്നെ ഏൽപ്പിച്ച ജോലി നിനക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ലെന്ന് പറയുന്നു. അപ്പോൾ വാദി അവിടേക്ക് വന്ന് അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നു. എനിക്ക് തോന്നുന്നത് സരൂട്ട് അവന്റെ കഴിവിന്റെ മാക്സിമം ട്രൈ ചെയ്യുന്നതാണ്. ഇത് കേട്ട് അവൻ തന്റെ വൈഫിനെ കുറെ വഴക്ക് പറയുന്നു. ഇവിടെ നിക്കും ന്യൂട്ടും വീട്ടിലേക്ക് വരുന്നുണ്ട്. അവരെ ഫോളോ ചെയ്ത കാര്യം വീട്ടിലെല്ലാവരും അറിയുന്നു. നീ നിന്റെ മദറിനോട് വീടിന്റെ വെളിയിൽ അധികം ഇറങ്ങരുതെന്ന് പറയണം. അവരെങ്ങാനും സരൂട്ടിന്റെ മുന്നിൽ പെടുകയാണെങ്കിൽ എല്ലാ സത്യങ്ങളും എല്ലാവരും അറിയും. മോം അവരോട് എത്രയും പെട്ടെന്ന് ഒരു ചൈൽഡിനെ കൺസീവ് ചെയ്യാനും പറയുന്നു. ഇത് കേട്ട് നിക്ക്, മോം നമ്മൾ പറയുന്നത് ഒരു ചൈൽഡിനെ കുറിച്ചാണ്, അല്ലാതെ കാറിനെ കുറിച്ചൊന്നുമല്ല, പണം കൊടുത്ത് വാങ്ങാനായിട്ടെന്ന് അവൻ പറയുന്നു. അപ്പോൾ ടോയ്, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, ഞാൻ ഡോക്ടറിന്റെ അപ്പോയിൻമെന്റ് എടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. നെക്സ്റ്റ് സീനിൽ ടോയ് ന്യൂട്ടും ഡോക്ടറിനെ കാണാൻ വരുന്നു. നിങ്ങളെ ചെക്ക് ചെയ്ത ശേഷം മാത്രമേ ഏത് മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ പറ്റുമെന്ന് ഡോക്ടർ പറയുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ന്യൂട്ടിന്റെ പേരൻസ് അവരുടെ വീട്ടിലേക്ക് ആരോ പതുങ്ങി കയറുന്ന കാണുന്നു. സോ അവർ അയാളെ ബീറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ നിക്കിന്റെ ഫ്രണ്ടായ ഡോക്ടറാണ്, ടോയ് പറഞ്ഞിട്ട് ന്യൂട്ടിന്റെ മദറിനെ ചെക്ക് ചെയ്യാൻ വന്നതാണെന്ന് അവൻ പറയുന്നുണ്ട്. ഈ കാര്യം ന്യൂട്ട് അറിയുമ്പോൾ തന്റെ മദറിനെ ചെക്ക് ചെയ്യാൻ ഡോക്ടറിനെ വിട്ടതിന് താങ്ക്സ് അവൾ ടോയോട് പറയുന്നുണ്ട്. ടോയ്ക്ക് കാര്യം മനസ്സിലാകുന്നില്ല. ഞാൻ ഒരു ഡോക്ടറിനെ വിട്ടിട്ടില്ല. കുറച്ചേരം ആലോചിച്ചിട്ട് ഇത് മിക്കവാറും നിക്ക് ചെയ്തതായിരിക്കും. അവൻ അവന്റെ ഫ്രണ്ടായ ഡോക്ടറിനെ വിട്ടിട്ടുണ്ടായിരിക്കും എന്ന് ടോയ് പറയുന്നു. രാത്രിയിൽ നിക്ക് വീട്ടിൽ വരുമ്പോൾ അവൾ നിക്കിനോട് നീയാണോ എന്റെ മദറിനെ ചെക്ക് ചെയ്യാൻ ഡോക്ടറിനെ വിട്ടേന്ന് ചോദിക്കുന്നു. അവൻ അല്ലെന്ന് പറയുമ്പോൾ ടോയ് എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്ന് അവൾ പറയുന്നുണ്ട്. അറിയാമെങ്കിൽ പിന്നെ എന്തിനാ ചോദിക്കുന്നതെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. ന്യൂട്ട് അവന് ഒരു ജ്യൂസിന്റെ ബോട്ടിൽ കൊടുക്കുന്നു. അവൻ ആ ബോട്ടിൽ വളരെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. നീ പേടിക്കേണ്ട, ഞാൻ ഇതിൽ ഡ്രഗ്സ് ഒന്നും ആഡ് ചെയ്തിട്ടില്ലെന്ന് അവൾ പറയുന്നു. അവൻ ആ ബോട്ടിൽ വാങ്ങി ജ്യൂസ് കുടിക്കുന്നുണ്ട്. ആ ബോട്ടിലിൽ അവൾ താങ്ക്സ് എഴുതിയിട്ടുണ്ടായിരുന്നു. അവൾ അവനോട് താങ്ക്സ് പറയുന്നു. ഞാനിത് ചെയ്തത് നിനക്ക് വേണ്ടിയല്ല, എൻ്റെ ബ്രദറിനും മദറിനും വേണ്ടിയാണെന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് പോകാൻ തുടങ്ങുന്നു. പെട്ടെന്ന് അവൻ നിന്ന് പതുക്കെ പുറകോട്ട് വരുന്നു. അവൾ നോക്കുമ്പോൾ അവൻ ഒരു ലിസാർഡിനെ കണ്ടിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിനക്കെന്താ ഇത്രയും ക്യൂട്ടായിട്ടുള്ള ഒരു ചെറിയ അനിമലിനെ പേടിയാണോ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. എനിക്ക് പേടിയൊന്നുമില്ല, നീ പേടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടേക്ക് വന്നതെന്ന് അവൻ പറയുന്നു. അപ്പോൾ ആ ലിസാർഡ് താഴെ വീഴുന്നു. ഇത് കണ്ട് നിക്ക് ഒരുപാട് പേടിക്കുന്നുണ്ട്. ന്യൂട്ട് അവന്റെ കയ്യിൽ പിടിച്ച് അവനെ കൂട്ടി ഓടുന്നുണ്ട്. രണ്ടുപേരും സ്മൈൽ ചെയ്യുന്നു. കുറച്ചു നേരത്തേക്കാണെങ്കിലും അവരുടെ പ്രശ്നങ്ങളെല്ലാം അവർ മറക്കുന്നുണ്ട്. ഇവരെ ഒരുമിച്ച് മദർ കാണുന്നു. പെട്ടെന്ന് രണ്ടുപേരും കൈ വിടുന്നുണ്ട്. ഞങ്ങൾ ഒരു ലിസാർഡിനെ കണ്ട് പേടിച്ചാണെന്ന് പറഞ്ഞ് അവൾ അകത്തേക്ക് പോകുന്നു. നെക്സ്റ്റ് സീനിൽ നിക്ക് തന്റെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാണ്. അവർ കുറെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ ഫ്രണ്ട്, നിനക്കെന്താ പേടിയില്ലേ? നീ ന്യൂട്ടിന് വേണ്ടി ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ നീയും ന്യൂട്ടും ഇനി ഒരിക്കലും ഒരുമിക്കില്ലെന്ന കാര്യം നിനക്കറിയില്ലേ ചോദിക്കുന്നു. നീ എന്നെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല, ഞാനിതെല്ലാം ചെയ്യുന്നത് എൻ്റെ ബ്രദറിനും ഫാമിലിക്കും വേണ്ടിയാണെന്ന് അവൻ പറയുന്നുണ്ട്. എന്നിട്ട് തൻ്റെ റൈറ്റർ ഫ്രണ്ടിനോട് ചാർലിയെക്കുറിച്ച് ചോദിക്കുന്നു. അവൻ ആക്ടിങ്ങിൽ വളരെ ടാലൻറ്റഡ് ആണ്. ഡ്രാമയിൽ ലീഡ് റോൾ കൊടുക്കാൻ ഡയറക്ടർ തയ്യാറാണെന്ന് അവൻ ഫ്രണ്ട് പറയുന്നുണ്ട്. നെക്സ്റ്റ് ചാർലിയാണ് കാണിക്കുന്നത്. അവൻ തൻ്റെ ഡ്രാമയുടെ ഷൂട്ടിങ്ങിലാണ്. അപ്പോൾ നിക്ക് അവനെ കാണാൻ വരുന്നു. നിന്റെ ആക്ടിങ് ഇത്ര നല്ല ആയോണ്ടാണ് എൻ്റെ ബ്രദർ നിന്റെ വലയിൽ വീണേന്ന് അവൻ പറയുന്നുണ്ട്. തന്നെ ഹെൽപ്പ് ചെയ്തതിന് ചാർലി നിക്കിനോട് താങ്ക്സ് പറയുന്നു. കാരണം നിക്ക് കാരണമാണ് അവന് റോള് കിട്ടിയത്. നീ ഒരു ചാനലുമായി കോൺട്രാക്ട് സൈൻ ചെയ്ത കാര്യം ഞാൻ അറിഞ്ഞു. നിന്റെ പ്രോമിസ് നീ മറക്കാതിരിക്കാൻ അവൻ ചാർലിയോട് പറയുന്നുണ്ട്. നിന്റെ ബ്രദറിനെ നീ ശ്രദ്ധിച്ചാൽ മതി. ഫേമസ് ആയി കഴിഞ്ഞാൽ എൻ്റെ ഫേസ് എല്ലായിടത്തും കാണും. ലാസ്റ്റ് അവൻ എന്നെ അന്വേഷിച്ച് വരാതിരുന്നാൽ മതിയെന്ന് അവൻ പറയുന്നുണ്ട്. ഇത് കേട്ട് നിക്കിന് ദേഷ്യം വരുന്നു. അവൻ ചാർലി അടിക്കാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ പ്രൊഡ്യൂസറും നിക്കിന് ഫ്രണ്ട് അവിടേക്ക് വരുന്നു. പ്രൊഡ്യൂസർ ലേഡി ചാർലിയെ
കുറച്ച് എക്സ്ട്രാ കെയർ ചെയ്യുന്നുണ്ട് ഇവിടെ. എന്നിട്ട് അവനെ കൂട്ടി അവിടുന്ന് പോകുന്നു. നെക്സ്റ്റ് സീനിൽ ടോയ് ന്യൂട്ടിനെ കൂട്ടി ഒരു പ്ലേസിലേക്ക് വരുന്നു. ഇത് എൻ്റെ ഡാഡിൻ്റെ പ്ലേസ് ആയിരുന്നു, ഡാഡിൻ്റെ ഗ്രീൻ ഹൗസ്. ഇനി മുതൽ നിനക്ക് ഈ പ്ലേസ് നിന്റെ ഗാലറിയെ യൂസ് ചെയ്യാം, നിനക്കിവിടെ പെയിൻറ് ചെയ്യാമെന്ന് അവൻ പറയുന്നു. ഇത് കേട്ട് ന്യൂട്ട് ഒരുപാട് ഹാപ്പി ആകുന്നുണ്ട്. അവൾ അവനോട് താങ്ക്സ് പറയുന്നു. അതിനുശേഷം ന്യൂട്ട് ടോയിയെ തൻ്റെ പെയിൻറ്റിങ്സ് എല്ലാം കാണിക്കുന്നുണ്ട്. അവളും നിക്കും കൂടെ വരച്ച ആ പെയിൻറ്റിങ്ങും അവനെ കാണിക്കുന്നു. ഇത് ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്, ഇത് നീ വരച്ചാണോ എന്ന് അവൻ ചോദിക്കുന്നു. ഈ പെയിൻറ്റിങ്ങിൽ എന്നെ ഒരാൾ ഹെൽപ്പ് ചെയ്തിരുന്നു എന്ന് അവൾ പറയുമ്പോൾ ബോയ് ഫ്രണ്ട് ആണോ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. അല്ല, സത്യത്തിൽ ഞങ്ങളുടെ റിലേഷൻ എന്താണെന്ന് അവൻ ഒരിക്കലും എന്നോട് പറഞ്ഞിട്ടില്ലെന്ന് അവൾ പറയുന്നു. അവൻ നിന്നെ ഹർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ അവനെ മറക്കാൻ പറഞ്ഞ് ടോയ് അവളെ ഹഗ് ചെയ്യുന്നുണ്ട്. അവരീ സംസാരിച്ചെല്ലാം നിക്ക് കേൾക്കുന്നുണ്ടായിരുന്നു.